ഈ ചെറിയ കേസുകൾ പിടിച്ച് ശ്രീനാഥ് ഭാസി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ തത്സമയം കൊടുക്കുന്നു. പ്രതികരിക്കുമെന്ന് നോക്കാം. ശ്രീനാഥ് ഭാസിയും ഒരുപക്ഷെ പ്രതികരിച്ചേക്കില്ല. ഷൈൻ ടോം ചാക്കോയെ പോലെ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടേക്കുന്നു. പ്രതികരണമില്ല. ഏകദേശം 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോയെയും ഇപ്പോൾ ഇതാ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. താങ്ക് യു മീഡിയ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മീഡിയ, താങ്ക്സ് എ ലോട്ട്. തസ്ലീമ സുൽത്താനയുമായി ഇടപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസിയെയും ഒപ്പം ഷൈൻ ടോം ചാക്കോയെയും മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. നേരത്തെ ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ സഹായത്തോടെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയെയും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ശ്രീനാഥ് ഭാസിയും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശ്രീനാഥ് ഭാസിയും ഇപ്പോൾ മടങ്ങുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നതിനാണ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ശ്രീനാഥ് ഭാസിയെ അല്പനേരം മാത്രമാണ് ചോദ്യം ചെയ്തത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ശ്രീനാഥ് ഭാസിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ആദ്യം ഷൈൻ ടോം ചാക്കോയും പിന്നീട് സൗമ്യയും ചോദ്യം ചെയ്തു. ഇവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം ശ്രീനാഥ് ഭാസിയെ വൈകിട്ടോടു കൂടി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശ്രീനാഥ് ഭാസിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ സൗമ്യയുമായിട്ട് ശ്രീനാഥ് ഭാസിക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ തസ്ലീമയുമായി നേരിട്ട് പല ചാറ്റുകളും നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും നേരത്തെ തന്നെ എക്സൈസ് കണ്ടെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിക്കുകയും തനിക്ക് ഇതിൽ പങ്കില്ല, തന്നെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാനും അറസ്റ്റ് ചെയ്യാനും ശ്രമിക്കുകയാണ്. താൻ ഇത്തരത്തിൽ തന്നോട് ചില കാര്യങ്ങൾ ഒരു സെറ്റിൽ വെച്ച് ലൊക്കേഷനിൽ വെച്ച് തസ്ലീമ പരിചയപ്പെട്ടു. അപ്പോൾ തൻ്റെ അടുത്ത് നമ്പർ വാങ്ങി. അതിനുശേഷം തമാശ രൂപേണ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ തമാശ രൂപേണ ഉത്തരം നൽകിയെന്നതായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്ന് ശ്രീനാഥ് ഭാസി പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ആ മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും തസ്ലീമുമായി തനിക്ക് ബന്ധമുണ്ട്, അത്തരത്തിൽ തങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് ശ്രീനാഥ് ഭാസി നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്ന് ശ്രീനാഥ് ഭാസി കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളടക്കം നടന്നത് ഏത് സാഹചര്യത്തിൽ എന്നതും വ്യക്തമാക്കേണ്ടി വരും. അത്തരത്തിൽ സ്വാഭാവികമായും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും പറഞ്ഞത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് സാധ്യത. അരുങ്ങുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ.